ഹായ്, എല്ലാവർക്കും നെടുമ്പുള്ളി മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാനൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് മുൻ വീഡിയോകൾ നമുക്കറിയാം ക്ലാസ്സുകളെക്കുറിച്ചും അല്ലെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഇനി നമ്മൾ നിൽക്കുന്നത് തന്നെ നോക്കൂ, ഒരു പ്ലാവിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ലോക്ക്ഡൗൺ ആണ് അല്ലേ? ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചക്ക ഇഷ്ടമാതിരിയുണ്ട്. അപ്പോൾ ചക്ക കൊണ്ട് എങ്ങനെയാണ് ചക്കപ്പപ്പടം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചക്ക പ്ലാവിൽ കയറി ഇടണം അല്ലേ? നമുക്കൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ഈ ചക്കേനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലെ ചുള വേറെ ആക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ പരിപാടി ഈ ചക്കേനെ കട്ട് ചെയ്ത് അതിന് നമുക്ക് ചുള എടുക്കലാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? ഞാൻ അതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചക്കയുടെ ചുള ഓരോന്നായിട്ട് പറിച്ചെടുക്കണം. കണ്ടോ, ഓരോ ചുളയായിട്ട് നമ്മൾ പറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലെ കുരു കളയണം. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് അരിയണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ചക്കയിലെ ചുള മുഴുവൻ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ചക്കയിലെ ചുള പറിച്ചതിന് ശേഷം നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഇപ്പോൾ നമ്മളിതാ ചക്ക ഓരോ ചുളയാക്കിയിട്ടുണ്ട്. കണ്ടോ, ചുള നമ്മൾ പൊളിച്ചിട്ട് ഇതിലുള്ള കുരു കളയണം. ഓക്കെ, ആ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിന് വേവിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഈ ചക്ക മുഴുവൻ ഇതേമാതിരി കുരു ചുളയും വേറെ ആക്കിയിടാം അല്ലേ? അപ്പോൾ ചില ഇത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മുകളിൽ ഈ ഒരു ഇത് നമ്മൾ ചകിണി എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ ഭാഷയിലെ പറയുന്നുണ്ടാവും. നമ്മൾ സാധാരണ ചകിണി എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് മുഴുവനായിട്ടത് പറിച്ചെടുക്കണം. പറിച്ചെടുത്തതിന് ശേഷം അതിനുള്ളിലെ കുരു പിന്നെ ഇതേമാതിരി സാധനം ഉണ്ടാവും. ഇതൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക. പൊളിച്ചെടുത്ത വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരു ചക്ക മുഴുവൻ എടുത്തിട്ടില്ല, ഒരു ചക്കയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇതിനോട് തന്നെ ഏകദേശം ഒരു 10-50ഓളം ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് സമയമെടുക്കുന്ന ഒരു പണിയാണ്. കയ്യുമ്മലൊക്കെ അതിൻ്റെ ആ ഒരു പശ ഉണ്ട്, നമ്മളതിനെ മുളഞ്ഞെന്നൊക്കെയാണ് പറയുക. അത് കയ്യുമ്മലൊക്കെ ആകെ ഒട്ട് പിടിക്കും. അപ്പോൾ നമ്മളിത് ആ ചക്ക മുഴുവനായിട്ട് വൃത്തിയാക്കി അതിൻ്റെ കുരുവും ഇതൊക്കെ കളഞ്ഞ്, കണ്ടോ, എല്ലാതും വേസ്റ്റൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇത് കൃത്യമാക്കിയിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് 3 ഇട്ട് അത് വേവിക്കാൻ പോവുകയാണ്. ചക്ക ഞാനൊരു കുക്കറിലാണ് ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കർ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയതാണ് അത് എത്രത്തോളം വേവ് ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് 3ഉം ചേർത്താണ് ഇപ്പോൾ നമ്മൾ ഈ ചക്ക അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി അത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് നമ്മൾ എടുത്തിട്ട് കൈകൊണ്ടൊന്ന് അമർത്തി നോക്കിയാൽ അറിയാം. അത് സ്മൂത്തായിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാവുന്നുണ്ടെങ്കിൽ നമുക്കത് വേവായി എന്നുള്ളത് മനസ്സിലാക്കാം.
വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് നല്ലവണ്ണം വേവ് ആവുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് പരത്താനുള്ള ഇല റെഡിയാക്കി എടുക്കാം. ഇല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ പപ്പടം പരത്തി ഉണക്കണമെങ്കിൽ ഒരു ഇലയിൽ വെക്കണം. അപ്പോൾ ഈ മരത്തിൻ്റെ ഇതിന് നമ്മൾ പ്ലാശ് എന്നാണ് പറയുക. അപ്പോൾ ഈ മരത്തിൻ്റെ ഇലയിലാണ് നമ്മൾ ഇനി പപ്പടം പരത്തിയിട്ട് ഉണക്കാൻ പോകുന്നത്. ഓക്കെ, നല്ല ഇല നോക്കിയിട്ട് കുറച്ച് പൊട്ടിച്ചെടുക്കട്ടെ. ഇതിലാകുമ്പോൾ വെച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ടത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് അടർത്തി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വാഴൻ്റെ വെക്കണം. വാഴൻ്റെ ഇലയൊക്കെ ആകുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടി. ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത്ര ഈസി അല്ല. അപ്പോൾ നമുക്കിതാ കുറച്ചേരം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളിതിൽ അത് പരത്തിയതിന് ശേഷം നമുക്കിനി വേണമെച്ചാൽ പിന്നെ വീണ്ടും പൊട്ടിക്കാം. അപ്പം നമ്മൾ ചക്ക നല്ല പോലെ വേവിച്ച് ഇതാ മിക്സിയിലൊക്കെ അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. കണ്ടോ? ഓക്കെ, ഇനി നമുക്കിതിൽ ചേർക്കാൻ പോകുന്നത് എള്ളാണ്. എള്ള് ചേർക്കണം. എള്ള് നല്ലവണ്ണം കഴുകി അരിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ പപ്പടം കടിക്കുന്ന സമയത്ത് പല്ലൊക്കെ ഇടുന്നുണ്ട്. അതിന് വേണ്ടി നല്ലവണ്ണം കഴുകി അരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്, അത് നമുക്ക് ഒരു 2-3-4 സ്പൂൺ ഇടാം. ഓക്കെ, നല്ലവണ്ണം നമ്മളൊന്നുകൂടി ഇളക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടം ഉണ്ടാക്കാനുള്ള ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചക്കപ്പപ്പടം പരത്തുക നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നേരത്തെ നമ്മൾ പ്ലാസിൻ്റെ ഇല, പ്ലാസ് എന്ന് പറഞ്ഞ മരത്തിൻ്റെ പേര്, അല്ലെങ്കിൽ നമുക്ക് വാഴൻ്റെ ഇല ഉണ്ടാക്കാം. ഞാൻ സൗകര്യത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞു ഞാൻ പ്ലാസിൻ്റെ ഇല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലാണ് ഞാനിനി പരത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പരത്താൻ എളുപ്പത്തിന് വേണ്ടി എന്താ ഒരു ചട്ട ഞാനിങ്ങനെ കറക്റ്റ് റൗണ്ടിൽ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ സെല്ലോ ടാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം അത് ചട്ട ഇങ്ങനെ ഇളകി പോരാതിരിക്കാൻ വേണ്ടി സെല്ലോ ടാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് വട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെച്ചാൽ ചക്ക ഇതിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ കഷ്ണമാണത്. നമ്മൾ കുറച്ച് ചക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ, നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ അവസ്ഥ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ചട്ട എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്കൊരു വട്ടത്തിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ഇത് റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് വട്ടത്തിൽ പപ്പടം കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പപ്പടം ഉണ്ടാക്കിയിട്ട് ഇത് ഉണക്കണം. ഇപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടം എന്താ പകുതി ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഈ ഇലയിൽ നിന്ന് ചീന്തിക്കളയണം. ഓക്കെ, അത് സാവധാനത്തിൽ ചീന്തിക്കളയണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നമ്മൾ ഈ പ്ലാസ്റ്റിൻ്റെ ഇല ഉപയോഗിക്കുന്ന ഒരു ഗുണം എന്താണ്? അത് പെട്ടെന്ന് നമുക്ക് ചീന്തി എടുക്കാൻ പറ്റും. അതേസമയം നമ്മൾ വാഴൻ്റെ ഇലയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത്ര സ്മൂത്തായിട്ട് കിട്ടില്ല. കണ്ടോ, വളരെ ഈസി ആയിട്ട് വളരെ തിന്നായിട്ടുള്ള പപ്പടമാണ്. കണ്ടോ, ഇത് ഒന്നും കൂടി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. ഇനി ഈ ചക്കപ്പപ്പടത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിത് കുറേ കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മളിതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഉപയോഗിക്കണമെന്നില്ല, നമ്മൾ കുറേ കാലം, അതായത് മാസങ്ങളോടെ നമുക്കത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുണം.
കേട് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമ്മളെല്ലാതും നമ്മളിനി ചീന്തി എടുത്തിട്ടൊന്ന് ഉണക്കിയെടുക്കണം. അതോടെ നമ്മുടെ ചക്കപ്പപ്പടത്തിൻ്റെ ഒരു ഘട്ടം കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ചക്കപ്പപ്പടം എണ്ണയിലിട്ട് വറക്കലാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചക്കപ്പപ്പടം എന്താ അവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കഴിച്ച് നോക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം അത് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.